ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിത് ചിമ്മിണി പോയപ്പോൾ എടുത്തായിരുന്ന വീഡിയോ ആണ്. ഇതിൻ്റെ ഷോർട്ട് ഓൾറെഡി നമ്മൾ ചാനലിലിട്ടിട്ടുണ്ട്. പിന്നെ ഇത് ലോങ് ആയിട്ട് ഇടാൻ നിങ്ങളാരും കാണില്ല എന്നറിയാം. എന്നാലും ഞങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് കേൾക്കുമ്പോൾ ഒരു ന്യൂസ്റ്റ് തോന്നും. അത് കാരണം ഞങ്ങൾ ഇട്ടതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് നോക്കിയപ്പോൾ നല്ലൊരു സീനറി കണ്ടു. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കയറില്ലാത്ത പശുക്കളായിരുന്നു മാത്രം. എന്നിട്ട് അവർ ഓട്ടി നടക്കണം കാണാൻ നല്ല രസമായിരുന്നു, വെള്ളമൊക്കെ കുടിക്കാൻ വന്നിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. പോന്നിട്ട് പിന്നെ ഈ ചിമ്മിണിയുടെ ഭാഗത്തേക്കൊക്കെ വന്നു. നല്ല രസമായിട്ടോ കാണാൻ, ശരിക്കും കണ്ട ഗ്രാഫിക്സ് മാതിരി തോന്നും. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ അത്ര ആൾക്കാർ, ഇത്രയും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് വന്നപ്പോൾ അത്ര ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ചോക്ലേറ്റും അച്ഛനും അമ്മയും ബട്ടർ സ്കോച്ചും ആയിരുന്നു വാങ്ങണ്ടായി. പിന്നെ ഞങ്ങൾ അവിടേക്ക് നടന്നു. പിന്നെ അവിടെ ഞങ്ങൾ ഊഞ്ഞാലിലൊക്കെ ആടിയായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ അധികം ഉണ്ടായില്ല, കുഞ്ഞാപ്പിയുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് നടക്കണ സമയത്ത് മയിലിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പ്രകൃതിയുടെ ഭംഗി ശരിക്കും അറിയാൻ പറ്റും ഇവിടെ കൂടെ പോകുമ്പോൾ. പിന്നെ എന്തായാലും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ്, എല്ലാവരും എന്തായാലും കണ്ടിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, വൺ ഡേ ട്രിപ്പായിട്ടായാലും വന്ന് നോക്കാൻ നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. പിന്നെ കൂടെ കുരങ്ങന്മാരുടെ പരിപാടിയൊക്കെ കാണണമായിരുന്നു. ഇവിടുത്തെ കൊമ്പ് മൊത്തം വലിച്ചതാക്കി താഴെയിട്ട് കുറേ കൊമ്പുകൾ ഞങ്ങൾ പോരുമ്പോൾ തന്നെ കുറേ കിടക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് പോന്നു. കാരണം ചിലപ്പോൾ ഇവരവിടുത്തെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ കയ്യിലുള്ളതൊക്കെ തട്ടിപ്പറിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതാണ് ഡാമിൻ്റെ ഇത്. കൃത്യം ഡാമിൻ്റെ അവിടെ എത്തി കുറേ നേരം ഞങ്ങൾ നിന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഇരുന്നു. വയ്യാണ്ടായി, കാരണം അവിടെ നിന്ന് ഇവിടെ വരെ എത്തുമ്പോൾ ഞാൻ നടന്ന് വയ്യാണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഞങ്ങൾ നടന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ലോ മോഷനായിട്ടുള്ള വാക്കിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നെ അച്ഛനും ഞങ്ങൾക്ക് മുന്നിലേക്ക് നടന്നായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്തും ശരിക്കും മേളിൽ നിന്ന് നോക്കുമ്പോഴും കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ നേരം നടന്നു. പിന്നെ ഇടയിൽ വീഡിയോസ് എടുത്തു, പിന്നെ കുറേ ഫോട്ടോസും എടുത്തു. അങ്ങനെയായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക. എന്നാലും നല്ല സ്ഥലമാണ് കേട്ടോ. ശരിക്കും മേളിൽ നിന്നൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ ഇങ്ങോട്ടേക്ക് അധികം ആൾക്കാരില്ല. കൂടുതലും ഈ കൊട്ടവഞ്ചിയൊക്കെ അടിയിലുണ്ട്. ആ കൊട്ടവഞ്ചിക്കാണ് കുറേ ആൾക്കാരുണ്ടായി. ഞങ്ങൾ ഈ പ്രാവശ്യം കയറിയില്ല, കാരണം ചിലപ്പോൾ തല ഇറങ്ങാനൊക്കെ സാധ്യതയുണ്ടെന്ന് തോന്നിയത് കാരണം കയറിയില്ല. എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞാനും അമ്മയും കൂടിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ വക വേറൊരു ഇത് കാണാം. നമ്മുടെ പച്ചക്കുതിരയിലെ ദിലീപിൻ്റെ അവസ്ഥയായിരുന്നു നമ്മുടെ അച്ഛൻ്റേത്. ഇതേ ഓടണ കണ്ട് അച്ഛൻ്റെ ഉള്ളിലെ കുട്ടി ഇതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും മുടിയൊക്കെ മാറ്റി കെട്ടി. ഞങ്ങൾക്ക് ചൂടെടുത്തിട്ട് വേണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു ചേട്ടൻ സ്പ്രിൻ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ നിന്ന് സ്പ്രിൻറ്റും ലേസൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ. എന്നിട്ട് പിന്നെ വണ്ടിയിലിരുന്ന് കഴിച്ചായിരുന്നു. കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് പോകുന്ന കാരണം അത്യാവശ്യം വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചപ്പോൾ ഒരു മാതിരി സമാധാനമൊക്കെ ആയി, വിശപ്പൊക്കെ മാറിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴേക്കും ചായയും മുട്ടദോശയൊക്കെ കഴിച്ചായിരുന്നു. കുറച്ച് സമയം എടുത്തു, എന്നാലും നല്ല മുട്ടദോശയായിരുന്നു. കാരണം വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മുട്ടദോശ ഇതാക്കിയത്. എന്നാലും എനിക്ക് ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് സമയമായപ്പോൾ മട്ടി തുടങ്ങിയായിരുന്നു. എന്നാലും നല്ലതായിരുന്നു. അതിൻ്റെ ചുമന്ന ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. ആ ചുമന്ന ചമ്മന്തിയായിരുന്നു കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.